ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് സയൻസിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു 12 ചോദ്യത്തോളം ഉണ്ട്. അപ്പം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിലൊക്കെ കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 54-ാമത്തെയാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാരമില്ല, നമുക്ക് നോക്കാം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് നോക്കാം. വിവിധ രോഗങ്ങൾ, അപരനാമങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഓക്കെ, രോഗങ്ങളും അവയുടെ അപരനാമങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കണം, ശരിയല്ലാത്ത ജോഡി, അതായത് തെറ്റായതാണ് നമുക്ക് വേണ്ടത്. നോക്കി നോക്കാം. ഹാൻസൺസ് ഡിസീസ് കുഷ്ഠരോഗം ശരിയാണ്. ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി ശരിയാണ്. കറുത്ത മരണം കോളറ വായിക്കുമ്പം ശരിയാണെന്ന് തോന്നിയേക്കാം, തെറ്റാണ്. ലോക്ജോ ഡിസീസ് ടെറ്റനസ് ശരിയാണ്. അപ്പം ഇതിൽ തെറ്റിപ്പോയത് ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഇതാണ് നമുക്ക് തെറ്റായതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. കറുത്ത മരണം കോളറയല്ല. പിന്നെ കറുത്ത മരണം എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്ലേഗ് ആണ് അല്ലേ? പ്ലേഗ് ഡിസീസാണ് കറുത്ത മരണം. അങ്ങനെയാണെങ്കിൽ വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നത് എന്താ? വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നത്, എഴുതാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് ഇതിൽ, ക്ഷയം ആണ്. ഇനി വേറൊരു ചോദ്യം, രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാ? രാജകീയ രോഗം, അതെ, ഹീമോഫീലിയ രാജകീയ രോഗം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇത് പഠിച്ചല്ലോ. ഹാൻസൺസ് ഡിസീസ് കുഷ്ഠരോഗം, ബ്രേക്ക് ബോൺ ഡിസീസ് ഡെങ്കിപ്പനി, കറുത്ത മരണം പ്ലാഗ്, ലോക്ജോ ഡിസീസ് ടെറ്റനസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദരോഗം തകരാറിലാക്കുന്നത് ഏത് ശരീര സംവിധാനത്തെ ആണ്? രണ്ടാമത്തെ ചോദ്യം. മന്ദരോഗമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അതെ, ലസിക വ്യവസ്ഥയാണ്. ലസിക വ്യവസ്ഥ. എന്താണ് ഈ ലസിക വ്യവസ്ഥ? നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, ലിംഫാറ്റിക് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ലിംഫാറ്റിക് സിസ്റ്റത്തെയാണ് നമ്മൾ ലസിക വ്യവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മന്ദരോഗം തകരാറിലാക്കുന്നത് നമ്മുടെ ലസിക വ്യവസ്ഥയെ ആണ്. ഓക്കെ, 56-ാമത്തെ ചോദ്യം, അതായത് 3-ാമത്തെ ചോദ്യം. ആഹാരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥ. ശ്രദ്ധിക്കുക, കുറയുന്നത് മൂലമുള്ള രോഗാവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിൻ്റെ അംശം? ഇരുമ്പിൻ്റെ അംശം. ഏതാണ് ആൻസർ? അതെ, അനീമിയ ആണല്ലേ, അനീമിയ. അത് എളുപ്പമല്ലേ? അടുത്ത ചോദ്യം. കുറച്ച് രോഗങ്ങൾ, അതായത് വിവിധ രോഗങ്ങൾ, അത് ബാധിക്കുന്ന ശരീരാവയവങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്ന് നോക്കി നോക്കാം. എക്സിമ രോഗം ത്വക്ക് ശരി. ജീൻജിവിറ്റിസ് രോഗം മോണ ശരി. ഹെപ്പറ്റൈറ്റിസ് കരൾ ശരി. മെനഞ്ചൈറ്റിസ് മസ്തിഷ്ക സ്തരം. എല്ലാം ശരിയാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓക്കെ, ഇനി 58-ാമത്തെ ചോദ്യം. കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്ന കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ, ഇപ്പോൾ കെരാറ്റോപ്ലാസ്റ്റി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതിൽ മാറ്റിവെക്കപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏതെന്ന ചോദ്യം. അത് എളുപ്പമാണല്ലേ, കോർണിയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് അല്ലേ, കോർണിയാണ് മാറ്റിവെക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 59. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി തുടങ്ങിയ വർഷം. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി തുടങ്ങിയ വർഷം 2005. ഓപ്ഷൻ എ 2005. 60-ാമത്തെ ചോദ്യം. ചുവടെ പറയുന്നവയിൽ സമ്പർക്ക ബലങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏത്? ഏതിനാണ്? സമ്പർക്ക ബലമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കോണ്ടാക്റ്റ് വരുന്നതല്ലേ സമ്പർക്കം. അതെ, ഒന്ന് നോക്കിക്കേ. വിസ്കസ് ബലത്തിന് സമ്പർക്കം ആണോ? അതെ. പ്രതലബലം ആണോ? അതെ. ഘർഷണബലം സമ്പർക്കമാണോ? അതെ. ഗുരുത്വാകർഷണം സമ്പർക്കമാണോ? അല്ല അല്ലേ, അട്രാക്ഷൻ ആണല്ലേ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ. അപ്പം ഏതൊക്കെയാണ് സമ്പർക്ക ബലം വന്നിരിക്കുന്നത്? 1, 2, 3. അപ്പോൾ എവിടെ ഓപ്ഷൻ? ഓപ്ഷൻ സി ഇവിടെ ഇരിപ്പുണ്ട്. 1, 2, 3. അപ്പം 60-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 61. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാ? ശരിയല്ലാത്തത് കേട്ടോ.
നോക്കി നോക്കാം. 4 കാണാലോ. ഓക്കെ. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോഴാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു സ്ഥിതി ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗുരുത്വാകർഷണം കൂടുതൽ അനുഭവപ്പെടുന്നത് എന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലേ? രണ്ടാമത്തെ വായിച്ചു നോക്കൂ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ശരിയാണോ? അതെ. അടുത്തത്, ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ പരിണിത ആകർഷണ ബലം 0 അതും ശരി. അവസാനത്തെ നോക്കൂ. അപ്പം 3 ശരിയായില്ലേ? നോക്കി നോക്കുന്നാൽ അവസാനത്തത്, ഭൂഗുരുത്വ ത്വരണം ഏറ്റവും കൂടിയിരിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ആണോ? അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് കുറവാണ്, പോളിലാണ് കൂടുതലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ശരിയാണ്. അടുത്തത് നോക്കാം. ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കുന്നത് ഏത് ബലത്തിന് ഉദാഹരണമാണ്? ഏതാണ്? ഇതെപ്പോഴും ചോദ്യം വരുന്നുണ്ട് അല്ലേ? പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലത്തിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. 63, രസതന്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ കണ്ടുപിടുത്തങ്ങൾ ചുവടെ നൽകുന്നു. നോക്കി നോക്കൂ. എക്സ്റേ വില്യം റോൺജൻ ശരി. ഇലക്ട്രോൺ ജെ തോംസൺ ശരി. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ് ശരി. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക് ശരി. അപ്പോൾ എല്ലാം ശരിയല്ലേ? നമുക്ക് ശരിയായതായിരുന്നു വേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. എല്ലാം ശരിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ഇത് എഴുതി വെച്ചാൽ മതി. NRTC എഴുതി വെച്ചാൽ മതി കേട്ടോ. അതായത് പി, പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ചാഡ്വിക്ക്. ഓക്കെ, എന്നാൽ കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ 63ാമത്തത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി 64ാമത്തെ ചോദ്യം, ഐസോടോപ്പുകളെ പറ്റി ശരി അല്ലാത്ത പ്രസ്താവന. തെറ്റായതാണ് വേണ്ടത്. ഒരേ അറ്റോമിക നമ്പർ ആണോ? അതെ. വ്യത്യസ്ത മാസ് നമ്പർ ആണോ? അതെ. രാസസ്വഭാവം ഒരുപോലെയാണോ? അതെ. എല്ലാം സ്ഥിരതയുള്ളവ ആണോ? അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് എന്തായിട്ടുള്ളത്? ശരിയല്ലാത്തത്. അതുകൊണ്ട് 64 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. 65, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന സംയുക്തം. ഖരം, ദ്രാവകം, വാതകം. അയോണിക സംയുക്തങ്ങൾ, സഹസംയോജക സംയുക്തങ്ങൾ, ഏകാത്മക സംയുക്തങ്ങൾ, ഭിന്നാത്മക സംയുക്തങ്ങൾ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് 65 വരിക. സഹസംയോജക സംയുക്തങ്ങൾ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ശരി. അപ്പോൾ ഇത്ര ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു? 12 ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ 12ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കൂ. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ചിലതൊക്കെ കൺഫ്യൂഷൻ വരുന്നുണ്ട്, എങ്കിലും എത്ര മാർക്ക് കിട്ടിയെന്ന് പറയൂ കേട്ടോ. അപ്പം നമുക്കിനി അടുത്തത് മലയാളത്തിൻ്റെ 10 ചോദ്യങ്ങൾ ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്.